എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത്. 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആവിർഭവിച്ചു. ഇതിൻ്റെ ആവിർഭാവത്തിന് വഴിതെളിച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. താഴെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. 19ാം നൂറ്റാണ്ടിലെ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ നോക്കാം, സ്വതന്ത്ര ചിന്ത. 2, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം. 3, യുക്തിചിന്ത. 4, രാജഭരണം. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 രാജഭരണമാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്വതന്ത്ര ചിന്തയും ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യവും യുക്തിചിന്തയും. സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം എന്നിവയായിരുന്നു 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചത്. ഒന്നും കൂടിയും പറയാം. 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, അതുപോലെ ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 2 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഉത്തരം എന്താണ്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഈ 2 കാര്യങ്ങളും എന്താണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, അതുപോലെ എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഈ 2 ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നതും സാമൂഹിക പരിഷ്കർത്താക്കൾ അതിനുവേണ്ടി പ്രയത്നിച്ചതും ഈ ഒരു 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനയും ശരി. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിനായി സാമൂഹിക പരിഷ്കർത്താക്കൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അവയിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. അതെന്താണ്? അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ആവശ്യം സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ചു. രണ്ടാമത്തെ പ്രസ്താവന എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. അതും സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യമാണ്. മൂന്നാമത്തത് സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. അതും എന്താണ്? ശരിയാണ്. നാലാമത്തത് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. 5, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. 6, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇപ്പം എന്താണ്? ഉത്തരം എന്താണ്? 6ഉം ശരിയാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങളും എന്താണ്? ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിനായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിനായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 6 കാര്യങ്ങളാണ്. 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക,
എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. അപ്പം ഇത്രയും ആവശ്യങ്ങളാണ് എന്ത് ഒരു സാമൂഹിക മാറ്റത്തിനായിട്ട് അന്നത്തെ കാലത്ത് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളൊക്കെ എന്താണ്? സാമൂഹിക മാറ്റത്തിന് അനിവാര്യമായ ആവശ്യങ്ങളായിരുന്നു. ഈ പ്രധാനമായും ഈ ഒരു 6 ആവശ്യങ്ങളാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ചത്. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. ഇതിനു വേണ്ടി അഥവാ വിധവ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് എന്നാണ് 1856 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വർഷം മുമ്പാണ് എന്ത് ഹിന്ദു പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയത്. ഇതിനു വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അല്ലെങ്കിൽ ആരുടെ പരിശ്രമ ഫലമായിട്ടാണ് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്? ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പൊ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയതെന്ന് ചോദിച്ചാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സോം പ്രകാശി എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണിത് സോം പ്രകാശി എന്ന പത്രം ആരംഭിച്ചത്. അപ്പോൾ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, സോം പ്രകാശ് എന്ന പത്രം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈ മൂന്നും എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എ, രാജാ റാംമോഹൻ റോയിയുടെ പ്രത്യേകത എന്താണ്? വില്യം ബെന്റിക്കുമായി ചേർന്നുകൊണ്ട് സതി നിർത്തലാക്കിയ ആളാണ് രാജാ റാംമോഹൻ റോയ്. അതുപോലെ ആര്യ സമാജമല്ല ബ്രഹ്മസമാജം സ്ഥാപിച്ച ആളും ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച ആളാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഓപ്ഷൻ ബിയിലെ വീരേശലിംഗം പന്തലുമായി ബന്ധപ്പെട്ട എന്താണ്? ഹിതകാരിണി സമാജം സ്ഥാപിച്ച ആളാണ് ആര്? വീരേശലിംഗം പന്തലു. ഓപ്ഷൻ ഡി, പണ്ഡിത രമാബായിയുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC പഠിക്കാനുള്ളത് ബോംബെയിലെ ശാരദാ സദൻ, വിധവകൾക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ ശാരദാ സദൻ, അതുപോലെ ആര്യ മഹിളാ സമാജം. ഇത് രണ്ടും സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായിയാണ്. അടുത്തത് നോക്കാം. വിവിധ ജാതികളിലായി വിഭജിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച, ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? വിവിധ ജാതികളിലായി വിഭജിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച ആളും ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച, വില്യം ബെന്റിക്കുമായി ചേർന്ന് സതി നിർത്തലാക്കിയ ആളും രാജാറാം മോഹൻ റോയിയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ടിട്ടായിരുന്നു ഇന്ത്യൻ സമൂഹം. ഈ സമൂഹത്തിന് എന്ത് ചെയ്തു? ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിച്ച ബ്രഹ്മസമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. പണ്ഡിത രമാബായിയെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ശാരദാ സദനും ആര്യ മഹിളാ സമാജവും. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച ആളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ ഡി, ആനി ബസന്റ് എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. അതുപോലെ ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചതും ആരാണ്? ആനി ബസന്റ് ആണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബോംബെയിൽ പണ്ഡിത രമാബായി സ്ഥാപിച്ച സ്ഥാപനം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. ശാരദാ സദനാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബോംബെയിൽ പണ്ഡിത രമാബായി സ്ഥാപിച്ച സ്ഥാപനമാണെന്ത്? ശാരദാ സദൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പണ്ഡുരംഗാണ്. ഓപ്ഷൻ സി, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പണ്ഡുരംഗാണ്. ഓപ്ഷൻ ഡി, സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെയാണ്. സത്യശോധക് സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗ്.
ശാരദാ സദൻ നമ്മളിപ്പോൾ പറഞ്ഞു, പണ്ഡിത രമാബായി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പത്രങ്ങൾ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവീല്, അതുപോലെ ഹോം റൂൾ പ്രസ്ഥാനം. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ഐറിഷ് പൗരയായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ വനിതയുമാണെന്ത്? ആനി ബസന്റ്. അതുപോലെ ആനി ബസന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പാലക്കാട് നടന്ന മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന്, ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതും ആരാണ്? ആനി ബസന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. ശരിയായ ജോഡിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. രണ്ടാമത്തെ രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ. അതും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത്. മൂന്നാമത്തെ നോക്കാം. പ്രാർത്ഥനാ സമാജം, ജ്യോതിബ ഫുലെ. അതെന്താണ്? തെറ്റായ ജോഡിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. അപ്പൊ ജ്യോതിബ ഫുലെ സ്ഥാപിച്ചത് എന്താണ്? സത്യശോധക് സമാജാണ് ജ്യോതിബ ഫുലെ സ്ഥാപിച്ച സംഘടന. അപ്പോൾ സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. നാലാമത്തേത് അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതും ശരിയാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഇതിൽ തെറ്റായത് മൂന്നാമത്തേതാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്, ജ്യോതിബ ഫുലെ അല്ല. ജ്യോതിബ ഫുലെ സ്ഥാപിച്ചത് സത്യശോധക് സമാജാണ്. ഇത് SCRT ഒരു കോളം തന്നെ നമുക്കുണ്ട്, സംഘടനകളും സ്ഥാപകരും എന്നുള്ളത്. അതിൽ വരുന്ന ഭാഗമാണ്. ആര്യ സമാജം, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ജ്യോതിബ ഫുലെ സ്ഥാപിച്ചത് സത്യശോധക് സമാജ്. അടുത്തത് നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബസന്റ്. അതെന്താണ്? ശരിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ ശരിയാണ്. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. അതും ശരിയാണ്. തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്വാഭിമാന പ്രസ്ഥാനം, VO ചിദംബരം പിള്ള എന്ന പ്രസ്താവനയാണ് തെറ്റ്. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ VO ചിദംബരം പിള്ള ആരാണ്? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിൽ നേതൃത്വം നൽകിയ ആളാണ് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആളാരാണ്? VO ചിദംബരം പിള്ളയാണ്. അതുപോലെ സ്വദേശി പ്രസ്ഥാന സമയത്ത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി സ്ഥാപിച്ച ആളാരാണ്? VO ചിദംബരം പിള്ളയാണ്. സ്വദേശി പ്രക്ഷോഭ സമയത്ത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി സ്ഥാപിച്ച ആള് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആളൊക്കെ ആരാണ്? VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കരാണ്. സ്വദേശി പ്രസ്ഥാനമാണെങ്കിൽ നമുക്ക് VO ചിദംബരം പിള്ള എന്ന് പറയാം. അപ്പോൾ ഇതിൽ നാലാമത്തതാണ് തെറ്റായ ജോഡി. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം വീര പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരാണ് എന്ത്? സ്വാഭിമാന പ്രസ്ഥാനം എന്ന സംഘടന രൂപീകരിച്ചത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട, ആത്മാറാം പാണ്ഡുരംഗാണ് എന്ത്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. വീരേശലിംഗം പന്തലു നമ്മൾ പറഞ്ഞതാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാണ് വീരേശലിംഗം പന്തലു. ജ്യോതിബ ഫുലെ സത്യശോധക് സമാജ്. EV രാമസ്വാമി നായ്ക്കരാണെങ്കിൽ എന്താണ്? സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം. അപ്പോൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. വീരേശലിംഗം പന്തലു സ്ഥാപിച്ചത് ഹിതകാരിണി സമാജമാണ്. ജ്യോതിബ ഫുലെ ആണെങ്കിൽ സത്യശോധക് സമാജ്. EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, അതാണ് ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച ഇദ്ദേഹമാണ് പെരിയോർ, വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ചർച്ച ചെയ്തതാണ് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. EV രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് എന്ത്? പെരിയോർ, വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം
അവിടെ ഒരു യാത്ര നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വൈക്കം വീരർ എന്ന് അറിയപ്പെടാൻ കാരണം. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധമായിട്ട് 2 പേരാണ് യാത്ര നയിച്ചത്. മന്നത്ത് പത്മനാഭൻ്റെ സവർണ ജാഥയും പിന്നെ വൈക്കം വീരർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരുടെ ജാഥയും. ഈ 2 ജാഥകളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ജാഥകൾ. അപ്പോൾ വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. അദ്ദേഹം തന്നെയാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഓപ്ഷൻ എ VO ചിദംബരം പിള്ള നമ്മൾ പറഞ്ഞതാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നു. സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്ഥാപിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിൽ നേതൃത്വം നൽകി. ഇതൊക്കെ ആരാണ്? VO ചിദംബരം പിള്ളയാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമുക്കറിയാം. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആരും? സ്വാമി വിവേകാനന്ദൻ. അതുപോലെ CN അണ്ണാദുരൈ ആരാണ്? തമിഴ്നാട്ടിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് CN അണ്ണാദുരൈ. അടുത്തത് നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ അനാചാരങ്ങൾ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അത്തരത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നിയമം മൂലം നിരോധിക്കാൻ നിർബന്ധിതരായി. ആരുടെ പ്രവർത്തന ഫലമായിട്ട്? സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അവരുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അവ നിയമം മൂലം നിർത്തലാക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ നോക്കാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതുപോലെ ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം നിരോധിച്ചു. സതി നിരോധിച്ചു. അതുപോലെ ശിശുഹത്യ നിരോധിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ച അല്ലെങ്കിൽ നിയമം മൂലം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തന ഫലമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ച അനാചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം, സതി എന്നിവ നിരോധിച്ചു. ശിശുഹത്യ നിരോധിച്ചു. ഇതൊക്കെ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ചതാണ്. ഇത് ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി നിയമം മൂലം നിരോധിക്കാൻ ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായി. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതായിരുന്നു? രാജസമാചാർ, ബോംബെ സമാചാർ, സുലഭ് സമാചാർ ഇവയൊന്നുമല്ല. അപ്പോൾ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സുലഭ് സമാചാറാണ്. സുലഭ് സമാചാറാണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം എന്ന് പറയുന്നത് ഏതാണ്? സുലഭ് സമാചാറാണ്. സുലഭ് സമാചാറാണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? റിപ്പൺ പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം വെൻഡിക് പ്രഭു, മെക്കാളെ പ്രഭു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവാണ് എന്ത്? പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത്. വർഷം 1878. അപ്പൊ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം 1878. ആരാണ് നടപ്പിലാക്കിയത്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവാണ് എന്ത്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. വെർണിക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് 1878 ലിട്ടൺ പ്രഭുവാണ്. ആകെ ഒരു 8ന്റെ കളിയാണ്. ലിട്ടൺ 878. 878 ലിട്ടൺ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, 1878 ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കി. പ്രാദേശിക പത്രങ്ങളിലൂടെ എന്ത് ചെയ്തു? ദേശീയതയും ദേശീയ ബോധവും ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ അന്നത്തെ ആളുകൾ പ്രചരിപ്പിച്ചു. സാമൂഹിക പരിഷ്കർത്താക്കളും അവരൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ദേശീയതയെ ഉണർത്തുന്ന വാർത്തകളും അതുപോലെ ആർട്ടിക്കിളൊക്കെ ആയിട്ടായിരുന്നു പ്രാദേശിക പത്രങ്ങളിൽ ഊന്നിയായിരുന്നു അന്നത്തെ കാലത്തെ പ്രവർത്തനം. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയത്. രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കാം. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്.
ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ആളും രാജാ റാംമോഹൻ റോയിയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ആര്യ സമാജം സ്ഥാപിച്ചു, അത് തെറ്റാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് എന്ത് ആര്യ സമാജം സ്ഥാപിച്ചത്. അപ്പോൾ ബ്രഹ്മ സമാജമാണ് ആര്? രാജാ റാംമോഹൻ റോയ് സ്ഥാപിച്ചത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയുള്ള പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാ റാംമോഹൻ റോയിയാണ്, ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. ബ്രഹ്മ സമാജമാണ് രാജാ റാംമോഹൻ റോയ് സ്ഥാപിച്ചത്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നാലാമത്തെ പ്രസ്താവന നോക്കാം. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു, അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ബംഗാളി ഭാഷയിൽ രാജാ റാംമോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദിയാണ്. പേർഷ്യൻ ഭാഷയിലാണെങ്കിൽ മിറാത്തുൽ അക്ബർ ആണ്. അതുപോലെ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയുള്ള പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ പ്രവർത്തനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇതൊക്കെ എന്താണ്? ശരിയാണ്. ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ആര്യ സമാജം സ്ഥാപിച്ചു എന്നുള്ളതാണ്. രാജാ റാംമോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മ സമാജമാണ്, ആര്യ സമാജമല്ല. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. തെറ്റായ പത്രങ്ങളും സ്ഥാപകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ കുറച്ച് പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും തമ്മിലുള്ള ജോഡി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് തെറ്റായ ജോഡി. ഒന്നാമത്തത് ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രങ്ങളാണ് ഹിന്ദു, സ്വദേശി മിത്രം എന്നിവ. ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? ഹിന്ദു, സ്വദേശി മിത്രം എന്നിവ. അത് ശരിയാണ്. ബോംബെ സമാചാർ, ഫർദൂർജി മസ്ബാൻ, ബോംബെ സമാചാർ, അതും എന്താണ്? ശരിയാണ്. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഫർദൂർജി മസ്ബാൻ ആണ്. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, അതും ശരിയാണ്. കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബംഗാളി രവീന്ദ്രനാഥ ടാഗോർ, അത് തെറ്റാണ്. ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മൾ അടുത്ത ചോദ്യത്തിൽ പഠിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി, അതും ശരിയാണ്. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ ശരിയാണ്. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ ശരിയാണ്. കേസരി മറാത്ത ബാലഗംഗാധർ തിലക് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ശരിയാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ശരിയാണ്. ഇതിൽ തെറ്റ് ബംഗാളി എന്ന പത്രം രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. പക്ഷെ ബംഗാളി എന്ന പത്രം രവീന്ദ്രനാഥ ടാഗോറിൻ്റെതല്ല. അത് ആരുടേതാണെന്ന് നമ്മൾ അടുത്ത ചോദ്യത്തിൽ പഠിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതും എന്താണ്? പത്രങ്ങളും സ്ഥാപകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അപ്പോൾ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ നേരത്തെ ചോദ്യത്തിൽ തെറ്റെന്തായിരുന്നു? ഇവിടെ സുരേന്ദ്രനാഥ ബാനർജി എന്നതിന് പകരം രവീന്ദ്രനാഥ ടാഗോർ എന്നായിരുന്നു. അപ്പൊ ബംഗാളി പത്രം സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്, രവീന്ദ്രനാഥ ടാഗോർ അല്ല. അവിടെ രവീന്ദ്രനാഥ ടാഗോർ വന്നതുകൊണ്ടാണ് ആ ജോഡി തെറ്റായത്. ഇപ്പൊ ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബെസന്റ്, അതും ശരിയാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്, അതും ശരിയാണ്. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി, അതും ശരിയാണ്. അപ്പൊ യങ് ഇന്ത്യ എന്ന പത്രവും ഹരിജൻ എന്ന പത്രവും ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബെസന്റ്, യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. അപ്പൊ ന്യൂ ഇന്ത്യ ആനി ബെസന്റും യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയും. ആനി ബെസന്റ് നമുക്കറിയാം ആരാണ്? ഒരു വിദേശിയായിരുന്നു. അപ്പൊ വിദേശിയായി അവർ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ടാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യ എന്താണ്? പുതിയ ഇന്ത്യയാണ്, ന്യൂ ഇന്ത്യയാണ്. അപ്പോൾ ആനി ബെസന്റ്, ന്യൂ ഇന്ത്യ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. യങ് ഇന്ത്യ, ഹരിജൻ, നമുക്കറിയാം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അപ്പോൾ ഹരിജനങ്ങളുടെയും യുവാക്കളുടെയും ഒക്കെ പിന്തുണ ആർക്കായിരുന്നു? ഗാന്ധിജിക്കായിരുന്നു. അപ്പോൾ യങ് ഇന്ത്യ, യുവാക്കൾ എന്ന് കണക്ട് ചെയ്യുക, ഹരിജനങ്ങൾ എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി, അതങ്ങനെയും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് മാറില്ല. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, അതും ശരിയാണ്. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. വന്ദേ മാതരം, ഗോപാലകൃഷ്ണ ഗോഖലെ, അതെന്താണ്? തെറ്റാണ്. വന്ദേ മാതരം എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതല്ല. അത് പിന്നെ ആരുടേതാണ്?
വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെ ആയിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും പത്രമുണ്ട്, അത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ അത് പഠിക്കാനുണ്ട്. അപ്പോൾ വന്ദേ മാതരം ഗോപാലകൃഷ്ണ ഗോഖലെയല്ല, ആരുടേതാണ്? ലാലാ ലജ്പത് റായിയുടെയാണ് വന്ദേ മാതരം എന്ന പത്രം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രം നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാം. ഇനി എന്താണ്? പത്രങ്ങളും സ്ഥാപകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് അവസാനത്തെ ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വന്ദേ മാതരം നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെയുള്ള തെറ്റ് എന്തായിരുന്നു? വന്ദേ മാതരം ഗോപാലകൃഷ്ണ ഗോഖലെ എന്നതായിരുന്നു തെറ്റ്. അപ്പോൾ വന്ദേ മാതരം ആരുടേതാണ് നമ്മൾ പറഞ്ഞു? ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായിയുടെയാണ്. അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് നേഷൻ. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അതും എന്താണ്? ശരിയാണ്. അമൃത് ബസാർ പത്രിക എന്ന പത്രം ആരുടേതാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത് ബസാർ പത്രിക തുടങ്ങിയത്. ന്യൂ ഇന്ത്യ ഗാന്ധിജി എന്നുള്ളതാണ് ഇതിൽ തെറ്റ്. ന്യൂ ഇന്ത്യ ആരുടേതാണ്? നമ്മൾ പറഞ്ഞു ആനി ബസന്റിനാണ്. ആനി ബസന്റ് വിദേശി ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ച് എന്താണ്? പുതിയതായിരുന്നു. ഇന്ത്യയിലെ കാഴ്ചകളും ഇന്ത്യയും ഒരു പുതിയതായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ടാണ് അവർ ന്യൂ ഇന്ത്യ എന്നൊരു പത്രം സ്ഥാപിച്ചത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ന്യൂ ഇന്ത്യ ആനി ബസന്റിനെയാണ്. ഇവിടെ ഗാന്ധിജി എന്ന് തന്നു. ഗാന്ധിജിയുടെ ഏതാണ്? യങ് ഇന്ത്യയാണ്. യുവാക്കളായിരുന്നു ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പിന്തുണച്ചത്. അപ്പോൾ യങ് ഇന്ത്യ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് മാറില്ല. ഇപ്പോൾ ന്യൂ ഇന്ത്യ ആനി ബസന്റ്, യങ് ഇന്ത്യ ഗാന്ധിജി. ന്യൂ ഇന്ത്യ ആനി ബസന്റ് ആകാൻ കാരണം എന്താണ്? ആനി ബസന്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ കാഴ്ചകളൊക്കെ പുതിയതായിരുന്നു. അപ്പോൾ ന്യൂ ഇന്ത്യ. മഹാത്മാഗാന്ധി ദേശീയ നേതാവായതുകൊണ്ട് യുവജനങ്ങളുടെ പിന്തുണയും ഹരിജനങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിനായിരുന്നു. അതുകൊണ്ട് യങ് ഇന്ത്യ, ഹരിജൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഇനിയും ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.